ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 2-ാം തിരുവചനം. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. വിളഞ്ഞു നിൽക്കുന്ന ഒരു പാടം, എന്നാൽ ആ പാടത്തിൻ്റെ ഉടമയ്ക്ക് യേശുവിനെ കൊയ്യാൻ ആളെ കിട്ടാതെ ഇരിക്കുന്ന സമയം, ആ ഉടമ തനിക്കറിയുന്ന തൻ്റെ സ്വന്തം വേലക്കാരോട് പറയുകയാണ്, എൻ്റെ നിലം നിറയെ വിളവ് തന്ന ഈ വിളവിൻ്റെ നാഥനോട്, സാക്ഷാൽ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകുവാൻ നമുക്ക് ആഗ്രഹിക്കാമോ? നമുക്കതിനെ സാധിക്കുമോ? സാക്ഷാൽ ദൈവം നാം ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുള്ള ചെറുതും വലുതുമായ ഉത്തരവാദിത്തങ്ങൾ, ആ ഉത്തരവാദിത്തങ്ങൾ സമയാസമയം ഭംഗിയായി ചെയ്തു കൊടുക്കുവാൻ കടപ്പെട്ട നാം ഓരോരുത്തരും ദൈവരാജ്യമെന്ന വലിയ നിലത്തിൽ കൊയ്യാനായി വിളഞ്ഞു നിൽക്കുന്ന പാടത്തിലേക്ക്, ആ വിളഞ്ഞ പാടത്തിൻ്റെ ഉടയോൻ നമ്മോടും ആവശ്യപ്പെടുന്നുണ്ടാവണം വേലക്കാരാകുവാനും ആയതിനു ശേഷം പ്രാർത്ഥിക്കുവാനും. എന്തിനായാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? സഹവേലക്കാരെ കൂടുതൽ ലഭിക്കാൻ, അങ്ങനെ വേഗത്തിലും എളുപ്പത്തിലും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുവാൻ. അതെ, ദൈവരാജ്യത്തിലേക്ക് അനേകം മനുഷ്യാത്മാക്കളെ ചേർത്ത് നിർത്തുവാൻ. ആരാണ് ആ മനുഷ്യമക്കൾ? അത് നമ്മുടെ സ്വന്തം ഭവനത്തിലുള്ളവരാകാം, നമ്മുടെ കൂട്ടുകാരാകാം, ബന്ധുമിത്രാദികളാകാം. അങ്ങനെ അനേകം പേർ നമുക്ക് ചുറ്റിലും നിൽക്കുന്നു. അവർ ഒരുപക്ഷെ ഈ തിരുവചനത്തിലെ കർത്താവിൻ്റെ കണ്ണിലെ കൊയ്യുവാൻ വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിർ ആകാം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ദൈവരാജ്യത്തിൽ ജീവിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ആത്മാക്കൾ. അങ്ങനെ യേശുവിൻ്റെ സുവിശേഷത്തെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്നവരോട്, അവർക്കായി നല്ല സദ്വാർത്ത സംസാരിക്കുവാനും ആ സദ്വാർത്ത പ്രവർത്തിച്ചു കാണിക്കുവാനും, അങ്ങനെ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ സന്നദ്ധരായി സ്നേഹത്തിലൂടെ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന, ആത്മീയമായി നമ്മുടെ ചുറ്റിലുമുള്ളവരെ കൈപിടിച്ച് നടത്തുന്ന, അങ്ങനെ കൊയ്ത്തിൻ്റെ നാഥനായ ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ, ശക്തിയാൽ നാം ഓരോരുത്തരെയും അവൻ്റെ ഒരു വേലക്കാരനായി തീർക്കുന്ന ആ ദിവസത്തിലേക്കായി നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.